ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്നും ലോകസഭ പ്രക്ഷുബ്ധമാകാൻ സാധ്യത. കരാറിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. അതേസമയം ദേശീയ പണിമുടക്ക് സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ നോട്ടീസ് നൽകി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ് എഗെയിൻ. പറയൂ, ഇന്നത്തെ വിശദാംശങ്ങൾ എന്താണ് രാജ്യസഭയിൽ? അതുപോലെ ഇന്നലെ അതിരൂക്ഷമായ വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പാർലമെന്റിന്റെ പ്രത്യേകിച്ച് ലോക്സഭ കഴിഞ്ഞ ഒരാഴ്ച പൂർണ്ണമായും തന്നെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. രണ്ട് വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ. അതിൽ ഒന്ന് ഇന്ത്യ-US വ്യാപാര കരാറാണ്. ഈ കരാറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ വിറ്റു എന്ന കടുത്ത ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേരും അനിൽ അംബാനിയുടെ പേരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണവും രാഹുൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ തൊട്ടു പിന്നാലെ തന്നെ പ്രതിരോധവുമായി BJP വക്താവും ഒപ്പം തന്നെ ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനും രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി രംഗത്തെത്തി. എന്തായാലും ഈ വിഷയം ഇന്ത്യ-US വ്യാപാര കരാർ, ഒപ്പം തന്നെ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഉത്തരവ് എന്നീ വിഷയങ്ങൾ ഉന്നയിച്ച് ഇന്നും ഇരു സഭകളിലും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതോടൊപ്പം തന്നെയാണ് ഇന്നത്തെ ദേശീയ പണിമുടക്കിന് ഇടയാക്കിയ സാഹചര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചട്ടം 267 അനുസരിച്ച് ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊതുപണിമുടക്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ തൊഴിലാളി സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംയുക്തമായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പൊതുപണിമുടക്കും ഇന്ന് ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ കാരണങ്ങളിൽ ഒന്നായി മാറും എന്ന ഉറപ്പാണ്. അതേസമയം രാജ്യസഭയിൽ ഇന്ന് ബജറ്റ് സംബന്ധിച്ചുള്ള പൊതുചർച്ച തുടരും. ഇന്ന് ധനമന്ത്രി രാജ്യസഭയിൽ മറുപടി നൽകും. ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം ഇന്നും ശക്തമാകാൻ തന്നെയാണ് സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.